ആൺകുഞ്ഞു ജനിച്ചതിൽ ഭർത്തൃവീട്ടുകാരിൽ നിന്ന് പീഡനം നേരിട്ടുന്ന പരാതിയുമായി യുവതി ഹൈക്കോടതിയിൽ. ആൺകുഞ്ഞിന് ജന്മം നൽകാൻ പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ ഭർത്തൃവീട്ടുകാർ വിവാഹ ദിവസം തന്നെ നൽകിയിരുന്നുവെന്നും യുവതി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ട സമയം, രീതി ഉൾപ്പെടെ വ്യക്തമാക്കിക്കൊണ്ടുള്ള മാർഗനിർദ്ദേശം യുവതി കോടതിയിൽ ഹാജരാക്കി. ഹർജിയിൽ ഞെട്ടൽ രേഖപ്പെടുത്തിയ കോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് നിലപാട് തേടി. അരുൺ ശങ്കർ വിവരങ്ങൾ നൽകും. അരുൺ, ഇതും കേരളത്തിലാണെന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്നത്, അതും ഈ കാലത്താണെന്നുള്ളതും വലിയ ഞെട്ടൽ ഒഴിവാക്കുകയാണ്. എന്താണ് സംഭവം? തീർച്ചയായിട്ടും കേരളത്തിൽ ഒരുപക്ഷെ കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യമാണ് ഈ ഹർജിയിൽ കൊല്ലം സ്വദേശിയായ യുവതി ആരോപിച്ചിരിക്കുന്നത്. ഇവർ പറയുന്നത് ഇവരുടെ വിവാഹം കഴിഞ്ഞത് 2012 അന്ന് വിവാഹം കഴിഞ്ഞ ദിവസം വൈകിട്ട് ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും ഒരു കൈകൊണ്ട് എഴുതിയൊരു മാർഗനിർദ്ദേശം തനിക്ക് തന്നു. ആ മാർഗനിർദ്ദേശത്തിൽ പറഞ്ഞിരുന്നത് നല്ല ആൺകുട്ടി, അതും ആൺകുട്ടി എന്നുള്ളതല്ല, നല്ല ആൺകുട്ടി ജനിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു. അതായത് ഏത് രീതിയിലാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടത്, ഏത് സമയത്താണ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു ആ കൈയെഴുത്ത് പ്രതി നൽകിയത്. അതിനുശേഷം 2014 ഇവർ ഗർഭിണിയാകുന്നു. അത് ലണ്ടനിൽ വെച്ചായിരുന്നു. ഇവരുടെ ഭർത്താവ് ലണ്ടനിലായിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ വെച്ച് ഗർഭിണിയാകുന്നു. തുടർന്ന് നാട്ടിലെത്തുന്നു. പക്ഷേ ജന്മം നൽകിയപ്പോൾ അതൊരു പെൺകുഞ്ഞായി. അങ്ങനെ അതിനെ തുടർന്ന് ഭർത്തൃവീട്ടുകാരുടെ വലിയ പീഡനം ഏൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഈ ഹർജിയിൽ ആരോപിച്ചിരിക്കുന്നത്. ഇതിനെ തുടർന്ന് ഈ ഭർത്താവിൻ്റെ വീട്ടുകാർക്കെതിരെ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യുവതി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇതിൽ പറയുന്നത്, അതായത് ഇന്ത്യയിൽ ഈ ഭ്രൂണങ്ങളുടെ ലിംഗനിർണ്ണയം കുറ്റകരമാണ്. അത് ഗർഭധാരണത്തിന് മുൻപും അതിനുശേഷവും ഭ്രൂണങ്ങളുടെ ലിംഗനിർണ്ണയം കുറ്റകരമാണ്. അത് നിരോധിച്ചുകൊണ്ടുള്ള നിയമങ്ങളും രാജ്യത്ത് നിലവിലുണ്ട്. ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടി എടുക്കണമെന്നുള്ളതാണ് ഈ യുവതിയുടെ ആവശ്യം. അവർ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഭ്രൂണങ്ങളുടെ ലിംഗനിർണ്ണയം തടയുന്നതിനുള്ള ഏജൻസികളെ സമീപിച്ചിരുന്നു. പക്ഷേ അവിടെ നിന്നും തനിക്ക് നീതി ലഭിച്ചില്ല എന്നുള്ളതാണ് ഹർജിയിൽ ആരോപിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഹർജിയിൽ കോടതി ഞെട്ടൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് കേരളത്തിൽ തന്നെയാണോ സംഭവിക്കുന്നുള്ളൊരു നിരീക്ഷണമാണ് കോടതി നടത്തിയിരിക്കുന്നത്. ഈ ഹർജിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിലപാട് കോടതി തേടിയിരിക്കുകയാണ്. അടുത്ത ദിവസം ഈ ഹർജി വീണ്ടും പരിഗണിക്കും. എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്. ഈ നിയമപ്രകാരം ഭ്രൂണത്തിന്റെ ലിംഗം നിർണ്ണയിക്കാൻ ശ്രമം നടത്തിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. ഈ യുവതി ഈ ഹർജിയുടെ ഭാഗമായിട്ട് ഈ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും എഴുതി നൽകിയെന്ന് പറയപ്പെടുന്ന ആ മാർഗനിർദ്ദേശം ഹാജരാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഫോറൻസിക് പരിശോധന നടത്തിയിട്ടുണ്ടെന്നുമാണ് അവരുടെ അവകാശവാദം. അപ്പോൾ അതൊക്കെ ഇനിയും അത് നോക്കി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ വളരെ ഗുരുതരമായൊരു വിഷയമായിട്ട് ഈ ഹർജി മാറും. അങ്ങനെയെങ്കിൽ ഈ അച്ഛനും അമ്മയെയും ഭർത്താവിനെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇനി പരിശോധിച്ചാണ് ഉറപ്പാക്കേണ്ടത്.